സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അനന്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഡിജിറ്റൽ ക്യാമറ, എന്താണ് മിറർലെസ് ക്യാമറ. നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ എന്താണ് ഡിജിറ്റൽ ക്യാമറ, എന്താണ് മിറർലെസ് ക്യാമറ. സോ അറിയാം, ഈ ചാനൽ ഇതുവരെ ഞാൻ സോങ്സ് ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. സോ ഇനി അങ്ങനത്തെ ഒരു വീഡിയോസ് വരത്തില്ലായിരിക്കാം, മേ ബി വരാം ഫ്യൂച്ചറിൽ. സോ ഇപ്പം നമുക്ക് ഇനി മുതൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലോട്ട് പോയാലോ. യെസ്, സോ എന്താണ് ഡിജിറ്റൽ ക്യാമറ, എന്താണ് മിറർലെസ് ക്യാമറ, നമുക്ക് നോക്കാം. സോ ഗെറ്റ് ഇൻ ടു വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം, ഇതാണ് DSLR ക്യാമറ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ DSLR ക്യാമറയിൽ വർക്ക് ചെയ്യുന്നത് ഒരു ഗ്ലാസ് യൂസ്, ഒരു ലൈക്ക് ഗ്ലാസ്, യു സീ ദ സെൻസർ. സോ ഒരു സെൻസറിന്റെ മുമ്പിൽ ഒരു ഗ്ലാസ് ഇരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇതിനാണ് DSLR ക്യാമറ എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ DSLR ക്യാമറയിൽ ഫസ്റ്റ് ഒരു ഇമേജ് വന്ന് ഗ്ലാസ് റിഫ്ലക്ട് ചെയ്തിട്ടേ സെൻസറിലോട്ട് പോകത്തുള്ളൂ. കാരണം ഇവിടെ ഒരു വ്യൂ ഫൈൻഡർ ഉണ്ട്. ഈ വ്യൂ ഫൈൻഡറിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രിസൺ ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് ഒരു ഇമേജ് ലെൻസിൽ കൂടെ കയറി ഈ ഇവിടുത്തെ ഗ്ലാസ്സിലോട്ട് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ വ്യൂ ഫൈൻഡറിലോട്ട് ഒരു വ്യൂ കിട്ടും. ആ വ്യൂക്കാണ് യൂസ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇപ്പം മാറി. ഓക്കെ, സോ ഇപ്പം ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്തില്ല എടുക്കാൻ DSLR ക്യാമറ. ഓക്കെ, ഒരു പ്രൊഫഷണൽ ഒക്കെ ആവണമെങ്കിൽ നിങ്ങളിത് എടുക്കണമെന്നതിന് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. സോണി, കാനോൺ അങ്ങനത്തെ പല കമ്പനികളും ഇപ്പോൾ DSLR ക്യാമറ ഇറക്കുന്നില്ല, നിർത്തി. നിക്കോൺ ആവട്ടെ, ഫിലിം ആവട്ടെ, എല്ലാവരും ഇപ്പം മിറർലെസ് എന്ന് പറയുന്നൊരു ഫീൽഡിലോട്ടാണ് പോകുന്നത്. ഇത് വാങ്ങിക്കാൻ ഇപ്പോഴും സ്റ്റിൽ എടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ എന്താണ് ക്യാമറ എന്ന് അറിയാൻ മാത്രമാണുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ക്യാമറസ് എടുക്കാൻ പറ്റും. പക്ഷെ ഇതിനൊരു ഏറ്റവും മികച്ച ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര കൂടുതലാണ്. കാരണം ഈ ക്യാമറ നമ്മൾ ഫോട്ടോ എടുക്കാനും ഈ ഷട്ടർ ബട്ടൺ ഞെക്കാനും ഈ കാണുന്ന സ്ക്രീനിലോട്ട് കാണാനും മാത്രമേ ഇവിടെ കറണ്ട് കൺസ്യൂം ചെയ്യുന്നുള്ളൂ ക്യാമറ. സോ അതൊരു വലിയൊരു ഫീച്ചർ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് DSLR ക്യാമറയ്ക്കകത്ത്. സോ ഇനി എന്താണ് മിറർലെസ് ക്യാമറ നമുക്ക് നോക്കാം. സോ അവിടെ ആയിട്ട് ഞാൻ എടുക്കുന്നത് സോണിയുടെ A6000 ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ സെൻസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. സോ ഇതാണ് ലെൻസ്. ഞാൻ ലെൻസ് കാണിച്ചില്ല, സോറി. സോ ഇതാണ് മിറർലെസ് ക്യാമറ. കണ്ടോ, ഇതിൻ്റെ അകത്ത് മിറർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല. ബേസിക്കലി കറക്റ്റ് ഒരു സെൻസർ തന്നെയാണുള്ളത്. ന്യൂ ടെക്നോളജിയാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ക്യാമറയാണിത്. കാരണം വളരെയധികം നല്ല ഫോട്ടോസും നല്ല വീഡിയോസും എടുക്കാൻ പറ്റും. ഒരു മൂവിയൊക്കെ വേണമെങ്കിൽ ഇതിൽ കൂടെ ഷൂട്ട് ചെയ്യാം. മൂവീസിലൂടെ ഷോർട്ട് ഫിലിംസ് ലൈക്ക് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ യൂസ് ബെറ്റർ SD കാർഡ്സ്. ഞാനൊരു 32GB SD കാർഡാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫുൾ മൂവിയിലോട്ട് ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ നല്ലൊരു SD കാർഡ് വാങ്ങിക്കാൻ നോക്കുക. ഓക്കെ, ദീസ് ആർ ഫുള്ളി ഫീച്ചേഴ്സ്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇഷ്യൂസ് വീഡിയോ കാണും. സോ ഫസ്റ്റ് വീഡിയോ ആണല്ലോ, അങ്ങനെ ഇട്ട് കളയുക. സോ ഈ ക്യാമറയിൽ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ക്യാമറ ഓൺ ആക്കുമ്പോൾ തൊട്ട് ഓഫ് ആക്കുന്നവരെ ഫുള്ളി കറണ്ട് കൺസ്യൂം ചെയ്യണം ഈ ഒരു ക്യാമറ. സോ അതുകൊണ്ട് കുറച്ച് കുറവാണ് ബാറ്ററി ലൈഫ്. എങ്കിൽ പോലും അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വലിയ എന്തോന്നൊന്നും കാണത്തില്ല വീഡിയോ, ഫസ്റ്റ് വീഡിയോ കൊണ്ട്. സോ എഡിറ്റൊക്കെ ചെയ്യണം. അങ്ങനെ നല്ലൊരു സമയം നോക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അനന്ത് വൺസ് അഗെയിൻ. ബൈ.